വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുകയും മുന്നേറുക, വിശ്വാസ ജീവിതത്തിൽ ബലത്തോടെ ഉറപ്പോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽപ്പാൻ കർത്താവ് പ്രാപ്തി വരുത്തുന്ന, കർത്താവ് കൃപ ചൊരിയുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 31 സങ്കീർത്തനം 15 വാക്യം: എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിൽ ഇരിക്കുന്നു, എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ ഹൃദയത്തിലെ പ്രത്യാശയുടെ അനുഭവത്തെ വിളിച്ചു പറയുന്നത് ഇപ്രകാരം. അതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തോടും ഇടപെടുന്ന ദൂത് വചനം പറയുന്നു: എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിൽ ഇരിക്കുന്നു. എത്ര ആഴമേറിയ അനുഭവം, എത്ര സന്തോഷത്തിൻ്റെ ഒരനുഭവം ആ ദൂതിനകത്ത് മറഞ്ഞു കിടക്കുകയാണ്. സങ്കീർത്തനക്കാരൻ്റെ ഉറപ്പിത, പ്രത്യാശിത, തൻ്റെ ധൈര്യവും ബലവും ഇതാ: എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു, ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ദാവീദ് പറയുന്നു, ദൈവത്തിൻ്റെ കയ്യിലാ എൻ്റെ ജീവിതം, ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു എൻ്റെ ഭാവി. എനിക്കുള്ള നന്മകൾ ദൈവത്തിൻ്റെ കയ്യിലാ, എനിക്കുള്ള അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഇതാ ഭക്തൻ്റെ പ്രത്യാശ. വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഹൃദയം നുറങ്ങിയും ജീവിതത്തിൻ്റെ മേഖലകളിൽ ഹൃദയോടഞ്ഞായിരിക്കുന്ന ഒരവസ്ഥ, ഒരിക്കലും രക്ഷപ്പെടത്തില്ല, വിടുതലില്ല എന്ന് ചിന്തിച്ച് ആ നിമിഷമായിരിക്കുന്ന ഒരു സമയത്തിലല്ലേ സാഹചര്യങ്ങൾ കടന്നു പോകുന്ന ഒരുപാട് വൈഷമ്യമേറിയ തലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുക. മുന്നോട്ട് നീങ്ങുവാൻ വയ്യ, മുന്നോട്ട് നീങ്ങുവാൻ അത് അസാധ്യമാ. ജീവിതം എവിടേക്കോ സ്തംഭിച്ച് സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്ന കുടുംബങ്ങളോട്, ജീവിതങ്ങളോട് ഒത്തിരി വേദനയോടെ ഈ ശബ്ദം കേൾക്കുന്നവരുണ്ട്. അവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക: ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നു എൻ്റെ ഭാവി, എൻ്റെ നന്മകൾ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു. ആഴമായി തിരുവെഴുത്തിലെ ദൂത്, പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്ന ശബ്ദം ദൈവത്തിൻ്റെ പൈതലെ ഏറ്റെടുക്കട്ടെ. അതാരും അതിനെ നഷ്ടപ്പെടുത്തുവാനോ അതിനെ ആർക്കും തകർത്ത് കളയാനോ അതിനെ ശൂന്യമാക്കുവാനോ കഴിയത്തില്ല. കാരണം ജീവിക്കുന്ന ദൈവം, അധികാരമുള്ള ദൈവം, സർവശക്തനായിരിക്കുന്ന ദൈവം, ആ കർത്താവിൻ്റെ കരത്തിലാ എൻ്റെ നന്മകളിരിക്കുന്നത്, ആ കർത്താവിൻ്റെ കരത്തിലാ എൻ്റെ ഭാവി ഇരിക്കുന്നത്, ആ കർത്താവിൻ്റെ കയ്യിലാ എൻ്റെ തലമുറയിരിക്കുന്നത്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ഏത് മേഖലകളാണെങ്കിലും, വ്യക്തികളാകട്ടെ, നന്മകളാകട്ടെ, അനുഗ്രഹങ്ങളാകട്ടെ, അതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു. ആ പ്രത്യാശയോടെ ദൈവത്തോടടുക്കുക, ആ പ്രത്യാശയോടെ ദൈവത്തെ സ്നേഹിക്കുക, ആ പ്രത്യാശയോടെ ദൈവത്തെ വിശ്വസിപ്പാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ പൈതലെ, പല കാര്യങ്ങളും പല ആവശ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ എന്നൊക്കെയൊരു ചിന്താഗതി സാഹചര്യങ്ങളിലൊക്കെ കടന്നു വരാം. എന്നാൽ ഉറപ്പായിട്ട് നിശ്ചയിക്കട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ, എനിക്കുള്ള കാര്യാദികൾ മുഴുവൻ എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ടെന്നേ. ഞാൻ ചുറ്റി നടക്കണ്ട, ഞാൻ വലഞ്ഞു പോകണ്ട, ഞാൻ എവിടെയും അന്വേഷിച്ച് നടക്കേണ്ട ഒരു വ്യക്തിയല്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പൈതലായതുകൊണ്ട്, ഞാൻ എൻ്റെ കർത്താവിനെ വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്കുള്ളത് സകലവും എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലിരിപ്പുണ്ട്. അങ്ങനെ ഒരു ആത്മീയ ദർശനം, അങ്ങനെ ഒരു ആത്മീയ വെളിപ്പാട് പരിശുദ്ധാത്മ ഹൃദയത്തിൽ പകരുമ്പോൾ ദൈവത്തിൻ്റെ പൈതലേ, വലഞ്ഞു പോകത്തില്ല, ജീവിതത്തിൽ അലഞ്ഞു നടക്കേണ്ടി വരത്തില്ല. പ്രാർത്ഥിച്ച കയ്യിലെ അത് ദൈവം
കരങ്ങളിലേക്ക് കൈമാറും. ദൈവത്തിൻ്റെ ദൂതിത പ്രാർത്ഥിച്ചാൽ മതി. അന്വേഷിച്ച് മടുത്തു പോകണ്ട. അന്വേഷിച്ച് ദൈവത്തിൻ്റെ പൈതലെ കാലുകൾ കുഴഞ്ഞു പോകുന്നൊരു സമയമല്ലേ. പ്രാർത്ഥനയിൽ മുട്ടുകുത്തിയാൽ മതി. പാദപീഠത്തിൽ മുട്ടൊന്ന് മടങ്ങിയാൽ മതി. നിശ്ചയവാ കർത്താവിൻ്റെ കയ്യിലുണ്ടെന്നേ. ദൈവത്തിൻ്റെ കയ്യിലിരിക്കുകയാ. അതാ ദൈവം തരാൻ പോകുന്നത്. അതാ കർത്താവിൻ്റെ കരമിതാ സ്വർഗത്തിൽ നിന്ന് നീട്ടാൻ പോകുക. മേടിക്കുവാൻ ഒരുങ്ങുന്നൊരു സമയമാകട്ടെ. ദൈവം കൈമാറുവാൻ ആഗ്രഹിക്കുക. ദൈവ നന്മ കൈമാറുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ വൈതലേ ശത്രു എത്ര തകർക്കാൻ നോക്കിയാലും ദൈവത്തിൻ്റെ കയ്യിലാ ഇരിക്കും. ദാവീദ് വചനത്തിൽ വളരെ വ്യക്തമായി എൻ്റെ ശത്രുക്കളുടെ എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണേ എന്നാണ് പറഞ്ഞത്. ആ ആഴമൊന്ന് ചിന്തിച്ചോ. ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണം. ശത്രുവിൻ്റെ കരവുണ്ട് അവിടെ. ആ വാക്യത്തിൽ ദൈവത്തിൻ്റെ കരവുണ്ട്. എന്നാൽ ശത്രുവിൻ്റെ കരത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു, നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, തകർക്കുവാൻ നോക്കുന്നു, നടക്കത്തില്ല. കാരണം എൻ്റെ കാലഗതികൾ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാ. എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാ. അതുപോലെയല്ലേ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പത്രോസിനെ പീഡിപ്പിക്കുക, സഭയെ പീഡിപ്പിക്കുക ഹെരോദാവ് കരം നീട്ടിയപ്പോൾ സ്വർഗത്തിലെ കരം കാരാഗ്രഹത്തിൽ വെളിപ്പെടുത്തിയില്ലേ. ദൈവത്തിൻ്റെ വൈതലേ മറ്റ് കരങ്ങൾക്ക് ബലമില്ല. മഹത്തായ ഭുജം, അധികാരമുള്ള ദൈവത്തിൻ്റെ കരം അതാ ചലിക്കുന്നത്. ഇന്ന് പകൽ വിശ്വസിക്കട്ടെ, എനിക്കുള്ളത് മുഴുവൻ എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. എനിക്കുള്ള സകലതും എൻ്റെ കർത്താവിൻ്റെ കയ്യിലിരിക്കുക. ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു. എൻ്റെ ഭാവി നിൻ്റെ കയ്യിലിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മുന്നേറ്റങ്ങളും ആവശ്യങ്ങളെല്ലാം എൻ്റെ കർത്താവിൻ്റെ കയ്യിലിരിക്കുന്നു. അത് കൈമാറും. ആ കരം തുറക്കപ്പെടും. ആ കരം നീട്ടും. ദൈവത്തിൻ്റെ വൈതലേ ദൂത് വിശ്വസിച്ചു. കർത്താവ് അങ്ങനെ തന്നെ സഹായിക്കാൻ പോവുക. അന്വേഷിക്കുന്നത് കയ്യിലുണ്ട്. അന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലിരിപ്പുണ്ട്. ദൈവത്തെ തരും. നമുക്ക് പ്രാർത്ഥിക്കുക. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലുകൾ നടക്കട്ടെ കർത്താവേ. ദൈവപ്രവർത്തികൾ നടക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ അവിടെ ശരീരത്തിൽ, കൂടാരത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ദൂതിൽ വിശ്വസിക്കട്ടെ. പുതിയ കാഴ്ചപ്പാടിലേക്ക്, പുതിയ ദർശനങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ദൈവമക്കൾ കയറി വരുവാൻ ഇടയാകട്ടെ. എല്ലാ ക്ഷീണങ്ങളും തളർച്ചകളും കൊടഞ്ഞുകളഞ്ഞ് കർത്താവിനെ ആഴമായി സ്നേഹിക്കുവാനും വിശ്വസിപ്പാനും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.